നമുക്കെല്ലാവർക്കും ആൽസൈമേഴ്സ് രോഗത്തെക്കുറിച്ച് അറിയാം. ഒരു മറവി രോഗമാണ്. ഈ രോഗത്തെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, പ്രതിരോധിക്കാൻ പറ്റുമോ? ദി ആൻസർ ഇസ് യെസ് ആൻഡ് നോ. നമുക്ക് പരിശോധിക്കാം. ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓൺ സൂപ്പർ മെഡിക്കോ. എൻ്റെ പേര് ജോർജ്, ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. ആൽസൈമേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് തന്മാത്ര എന്ന മലയാള ചലച്ചിത്രമാണ്. അത് ലാലേട്ടൻ്റെ അഭിനയം, അതുപോലെ കഥയും അതിലെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ആൽസൈമേഴ്സ് രോഗത്തിൻ്റെ ആ ബുദ്ധിമുട്ടും അവരുടെ രോഗലക്ഷണങ്ങളും ഒക്കെ കുറിച്ച് നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റിയൊരു സിനിമയാണ്. കേരളത്തിൽ നടത്തിയൊരു പഠനത്തിൽ കണ്ടുപിടിച്ച് പറഞ്ഞാൽ 10% ആൾക്കാർക്ക് ആൽസൈമേഴ്സ് രോഗം വരാൻ സാധ്യതയുണ്ടെന്നാണ്. ഞാൻ ഈ എല്ലാ പഠനങ്ങളും, ഞാൻ പറയുന്ന എല്ലാ പഠനത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. ശരി, എനിക്ക് വേണമെങ്കിൽ പോയി കൂടുതൽ വായിക്കാം. സോ നമ്മളെല്ലാ വർഷവും പ്രായമുള്ളവരുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കൂടുന്തോറും ആൽസൈമേഴ്സ് രോഗികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. ഞാനും നിങ്ങളൊക്കെ പ്രായമുള്ളവരാകും. സോ നമുക്ക് ഈ രോഗം എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാനായിരിക്കും ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഈ ഡിസീസ് എങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. സോ നമ്മുടെ ബ്രെയിൻ ആണിത്. നമ്മുടെ ബ്രെയിൻ്റെ അകത്തോട് സൂം ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറേ ന്യൂറോൺസ് കാണാൻ പറ്റും. ഈ ന്യൂറോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് സിനാപ്സ്. സോ ഈ നെർവ്സ്, ഈ ന്യൂറോൺസ്, അപ്പോൾ ഈ സിനാപ്സിൻ്റെ അവിടെയാണ് ഓരോ ന്യൂറോൺ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത്. സോ ഈ നോക്കിയോ, അപ്പോൾ ഇത് 2 ന്യൂറോണാണ്, ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഈ സിനാപ്സ്. സോ ഈ ന്യൂറോണിൽ നിന്ന് വിവരങ്ങൾ ഈ ന്യൂറോണിലോട്ട് പോകുന്നു. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും? നമ്മുടെ ന്യൂറോൺസ് ചിലപ്പോഴൊക്കെ ചില വേസ്റ്റ് പ്രോട്ടീനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഒരെണ്ണമാണ് ബീറ്റ അമൈലോയിഡ്. സോ അപ്പോൾ ഈ ബീറ്റ അമൈലോയിഡ് എന്ന് പറഞ്ഞ ഈ പ്രോട്ടീൻ പോയി നമ്മുടെ ഈ സിനാപ്സിന് അവിടെ കയറിയിരിക്കും. നോർമലി നമ്മുടെ ബ്രെയിനിൽ ഗ്ലയൽ സെൽസ് എന്ന സെൽസ് ഉണ്ട്, ഗ്ലയ സെൽസ്. ഈ ഗ്ലയ സെൽസ് ക്ലീനർ സെൽസ് പോലെയാണ്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ തൂത്ത് കളയും. സോ കുഴപ്പമില്ല. പക്ഷേ ഈ ബീറ്റ അമൈലോയിഡ് പ്രൊഡക്ഷൻ കൂടുകയോ അല്ലെങ്കിൽ ഗ്ലയൽ സെൽസിൻ്റെ ക്ലീനിങ്ങിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇതങ്ങ് അടിഞ്ഞുകൂടി കൂടുതലുണ്ടാകാൻ അവിടെ ഇങ്ങനെ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് തരുമ്പോൾ പ്രശ്നമായിക്കൊണ്ടിരിക്കും. ഇതോടൊപ്പം വേറൊരു പ്രോട്ടീൻ, ഒരു മോളിക്യൂൾ കൂടിയുണ്ട്, അതിൻ്റെ പേരാണ് ടൗ എന്ന് പറയും. ഈ ടൗ നമ്മുടെ ന്യൂറോണിൻ്റെ അകത്ത് കയറി ഇങ്ങനെ അത് ചുരുട്ടി ടാങ്കിൾസ് പോലെ ഉണ്ടാക്കും. സോ ഈ ടൗ ഈ ബീറ്റ അമൈലോയിഡ് രണ്ടും കൂടി വരുമ്പോൾ ഒരു ലെവൽ എത്തുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിന് ഈ എഫക്റ്റുകൾ ഉണ്ടാകുന്നത്. ബ്രെയിനിന് ചുരുങ്ങും, അതോടൊപ്പം ഈ സിനാപ്സുകളൊക്കെ ഡാമേജ് ആവും. അങ്ങനെയാണ് നമ്മുടെ ആൽസൈമേഴ്സ് രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ വന്നു തുടങ്ങുന്നത്. സോ ഇത് വരാൻ കാരണം 15% ആൾക്കാർക്ക് ഇത് വരുന്നത് ജനിതകമായോ അല്ലെങ്കിൽ വീട്ടുകാരിൽ ഫാമിലിയലായിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ബാക്കി 85% പേർക്കും അങ്ങനെയല്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിതശൈലിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, പുകവലി, ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചാണ് അവർക്ക് വരാൻ സാധ്യത. സോ നമുക്ക് ഈ ജനറ്റിക്കായിട്ട് വരുന്നത് നമുക്ക് പൂർണ്ണമായി ഡിസീസ് നിർത്താൻ പറ്റത്തില്ല. പക്ഷേ നമുക്കതിൻ്റെ സിവിയറിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് ഞാൻ എങ്ങനെയാണ് ഇപ്പം പറഞ്ഞുതരാം. അതോടൊപ്പം ഈ ബാക്കി 85% നമുക്ക് രോഗം വരാതിരിക്കാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റും. സോ എങ്ങനെ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം ഉറക്കം. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഉറക്കം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആൽസൈമേഴ്സ് രോഗത്തിന് എന്തിനാണ് നമുക്ക് പറയാം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, എസ്പെഷ്യലി ഡീപ്പ് സ്ലീപ്പ് ടൈമിൽ, നമ്മുടെ ബ്രെയിനിലുള്ള ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ അത് ബ്രെയിൻ ഫ്ലഷ് ചെയ്ത് കളയും. സോ നമ്മുടെ ഈ ബീറ്റ അമൈലോയിഡ് ഒരു വേസ്റ്റ് പ്രോട്ടീൻ പോലെ സാധനമാണ്. അപ്പോൾ ഇതിനെ ഫ്ലഷ് ചെയ്ത് കളയാൻ പറ്റും ഒരു ഡീപ്പ് സ്ലീപ്പ് ടൈമിൽ. നമ്മൾ 7-8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ഇത് കളയാൻ പറ്റും. അപ്പോൾ ഉറക്കക്കുറവുള്ളവർക്ക് ആൽസൈമേഴ്സ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനും പഠനങ്ങളുണ്ട്. ഓക്കെ, സോ നമ്മൾ ഉറക്കത്തെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസിനെ കൂട്ടുക. ഇതെങ്ങനെ? ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിൽ പുതിയ സിനാപ്സുകൾ ഉണ്ടാകുകയാണ്, പുതിയ കണക്ഷൻസ് ഉണ്ടാകുകയാണ്. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ആൽസൈമേഴ്സ് രോഗികൾക്ക്, നമുക്ക് ഒരു സാധാരണക്കാരന് കൂടുതൽ സിനാപ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ശക്തിയും ബ്രെയിനിൻ്റെ നോളജ് പവറും കൂടും. സോ ആൽസൈമേഴ്സ് രോഗം വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ മറവിയുടെ എഫക്റ്റ് നമുക്ക് വലുതായിട്ട് കാണത്തില്ല. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ നിങ്ങൾക്ക് 5 വഴികളിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഓരോ വഴിക്ക് നിങ്ങളുടെ ബ്രെയിനിൽ 5 സിനാപ്സ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൽസൈമേഴ്സ് രോഗം വന്നു, ഇതിലെ 3 പോയി, പോട്ടെ 4 സിനാപ്സുകൾ ഡാമേജ് ആയിപ്പോയി. എങ്കിൽ നിങ്ങൾക്ക് ഒരു സിനാപ്സ് ബാക്കിയുണ്ട്. ആ സിനാപ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ പറ്റും. സോ നിങ്ങളുടെ മറവി രോഗം കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സോ ഇതാണ് സംഭവം. സോ എങ്ങനെ നമുക്ക് ഈ ന്യൂറോണൽ കണക്ഷൻസ് കൂട്ടാൻ പറ്റും? ഒന്ന്, പുസ്തകങ്ങൾ വായിക്കാം. മറ്റേത്
പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ പിയാനോ വായിച്ച് പഠിക്കാം. പിയാനോ വായിക്കാൻ പിയാനോയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആപ്പുകളുണ്ട്, മൊബൈലും ടാബിലും ഒക്കെ ചെയ്ത് ആപ്പുകളുണ്ട്. അല്ല നിങ്ങളൊരു കുക്കിംഗ് ചെയ്ത് നോക്കുക, പുതിയ ഓരോ ഗെയിംസ് കളിച്ച് നോക്കുക, അങ്ങനെ വെറൈറ്റി കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനുള്ള പ്രൂഫ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. യെസ്, പ്രൂഫ് ഉണ്ട്. ദ നൺ സ്റ്റഡി, അത് പറഞ്ഞാൽ കന്യാസ്ത്രീ നടത്തിയൊരു പഠനമാണ്, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നല്ല രസകരമായ, നമുക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 2 ഫൈൻഡിങ്സ് അവർ കണ്ടുപിടിച്ചു. കന്യാസ്ത്രീകൾ മടത്തി കയറുമ്പോൾ, അവർ 22 വയസ്സിലാണ് മടത്തി കയറുന്നത്. മടത്തി കയറുമ്പോൾ അവരൊരു ലേഖനം എഴുതണം, സ്വയം അവരെ കുറിച്ച് തന്നെ അവർ തന്നെ ലേഖനം പോലെ എഴുതി കൊടുക്കണം. നമ്മൾ ഈ സയൻറ്റിസ്റ്റുകൾ പോയി ലേഖനം എടുത്ത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു സെറ്റ് അവർ വെച്ചു സാധാരണ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്, വലിയ സാഹിത്യമോ വലിയ ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ സാധാരണ സിമ്പിളായിട്ട് എഴുതി പോയിരുന്നത്, വലിയ എഫേർട്ട് ഇട്ടാതെ എഴുതിയവരുണ്ട്. മറ്റൊരു സെറ്റ് നല്ല സാഹിത്യവും നല്ല ഭാഷയൊക്കെ ഉപയോഗിച്ച് നല്ലോണം എഴുതിയ കുറേ ലെറ്റേഴ്സ്. എന്നിട്ട് സയൻറ്റിസ്റ്റ് നോക്കി നമുക്ക് ഇവരുടെ പിന്നെ അവർക്ക് ആൽസൈമേഴ്സ് വരികയോ ഇല്ലയോ എന്ന് നോക്കാം. ഇവർ കണ്ടുപിടിച്ചു ആദ്യത്തെ സെറ്റ്, അത് പറഞ്ഞാൽ വലുതായിട്ട് വലിയ ഭാഷ ഇല്ലാതെ എഴുതിയവർക്ക് അതിൽ 80% കന്യാസ്ത്രീകൾക്ക് ആൽസൈമേഴ്സ് രോഗം വന്നു. പക്ഷേ നല്ല ഭാഷ വെച്ച് എഴുതിയവർക്ക്, നല്ല സാഹിത്യം വെച്ച് എഴുതിയവരിൽ 10% ആൾക്കാർക്ക് മാത്രമേ വന്നുള്ളൂ ആൽസൈമേഴ്സ് രോഗം. ഇത് മാത്രമല്ല, കന്യാസ്ത്രീകളുടെ മരണം കഴിഞ്ഞിട്ട് ഇവരുടെ തലച്ചോറുകൾ പഠനത്തിന് വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ദാനം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത് ഇവർ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. ഇതിൽ കുറേ തലച്ചോറിൻ്റെ അകത്ത് ബീറ്റ അമിലോയിഡ് പ്ലാക്സ് ഓൾറെഡി ഉണ്ടായിരുന്നു, ബ്രെയിൻ ചുരുങ്ങിയിരിക്കുന്നതും കണ്ടു. പക്ഷെ ഇവർ കുറേ പേർക്ക് ഈ ആൽസൈമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളേ ഇല്ലായിരുന്നു. ഇതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ കന്യാസ്ത്രീകൾ കൂടുതൽ പഠിത്തമുള്ളവരായിരുന്നു, അവർ പഠിപ്പിക്കാനും ഒക്കെ പോകുന്നവർ കൂടുതൽ വായനയും അവർ പ്രായമായിട്ടും നല്ലോണം വായിക്കുകയൊക്കെ ചെയ്ത് അവരുടെ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് വെച്ചു. അതുകൊണ്ടാണ് അവർക്ക് ആൽസൈമേഴ്സ് രോഗത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ വരാതിരുന്നത്. സോ ഈ സ്റ്റഡിയുടെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ പോയി വായിക്കാം. സോ പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂളും കോളേജും കഴിഞ്ഞാൽ മിക്കവരും നമ്മുടെ സാധാരണ ജീവിതമായിട്ട് പോകും, നമ്മൾ പുതിയ കാര്യം പഠിക്കാനോ അങ്ങനെ ചെയ്യാറില്ല. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനമ്മ, നിങ്ങളുടെ മുത്തശ്ശിമാരുടെ നിങ്ങളോട് അവരോട് പറ പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ. പറയാൻ നിങ്ങൾക്ക് ആൽസൈമേഴ്സ് രോഗം പ്രിവെൻറ്റ് ചെയ്യണം. അതൊരു നല്ലൊരു, നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു എന്നും കമൻറ്റ് ചെയ്യുക. താഴെ നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിച്ചു തുടങ്ങി കമൻറ്റ് ചെയ്യുക. ഒരു ഐഡിയ ഞാൻ വേണം പറഞ്ഞുതരാം. ടെഡ് ടോക്സ് എന്നൊരു ആപ്പ് ഉണ്ട്, വിഷയം സാധനങ്ങൾ സൂപ്പറായിട്ടുള്ള നല്ല ഇൻഫോർമേറ്റീവ് കാര്യം നമുക്ക് അറിയാൻ പറ്റും, വേണമെങ്കിൽ അത് പോയി നോക്കുക. അടുത്തത് എലികളിൽ ചെയ്തൊരു സ്റ്റഡി കണ്ടുപിടിച്ചാണ്, അത് മനുഷ്യർ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അത് കുർക്കുമിൻ ആണ്. മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന സാധനം ആൽസൈമേഴ്സ് രോഗത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന എലികളിൽ പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യരിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറവായതുകൊണ്ട്, കുർക്കുമിൻ്റെ അബ്സോർപ്ഷൻ കുറവായതുകൊണ്ട് അത് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല സയൻറ്റിഫിക് ആയിട്ട്. പക്ഷേ എലികളിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാര്യം ഹൃദയമാണ്. നമ്മൾ ഹൃദയം നല്ലോണം സൂക്ഷിച്ചാൽ നമുക്ക് ആൽസൈമേഴ്സ് രോഗം വരാനുള്ള സാധ്യത കുറവാണ്. പഠനങ്ങളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഹൃദയരോഗം ഉള്ളവർക്ക് ആൽസൈമേഴ്സ് രോഗം വരാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലൊപ്പം ആൽസൈമേഴ്സ് രോഗം വന്ന കുറേ പേരുടെ പോസ്റ്റ്മോർട്ടത്തിൽ അവർക്ക് 80% ആൾക്കാർക്ക് ഹൃദയരോഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമായി. എങ്ങനെ നമ്മൾ ഹൃദയം നല്ലോണം നോക്കാൻ പറ്റും? യെസ്, നിങ്ങൾ പറഞ്ഞു, നല്ലോണം എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക. എക്സസൈസ് ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് എയറോബിക് എക്സസൈസ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ജമ്പിങ് ജാക്സും അതൊക്കെ എയറോബിക് എക്സസൈസ്, അതൊക്കെ ചെയ്യാം. പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണിച്ച് കൺഫേം ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാവും. ഭക്ഷണം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നല്ല പോഷകാഹാരങ്ങൾ, നമ്മൾ ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ അവസാനമായിട്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. അതോടൊപ്പം അൽസൈമേഴ്സ് വരാൻ സാധ്യത കൂടുതലുമാണ്. അതിൻ്റെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇതിൽ പറഞ്ഞ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരോട്, നിങ്ങളുടെ വീട്ടുകാരോടും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരോടും ഷെയർ ചെയ്യണം, അവരും അറിയട്ടെ. നമുക്ക് ഈ അസുഖം വരാതിരിക്കാൻ ശ്രമിക്കാം. അതായത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. സോ ആ ബുദ്ധിമുട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം, നമ്മളൊരു ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇപ്പോഴേ കൊണ്ടുവന്നാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങളുടെ കമൻസും സജഷൻസും കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ നല്ല വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ഇടുന്നവരെ ഗുഡ് ബൈ ഫ്രം സുർമ മെഡിക്കോ. താങ്ക് യു.